ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നമുക്ക് നമ്മുടെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇട്ട വീഡിയോ എല്ലാം ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമുക്ക് അതിൽ പറഞ്ഞിരുന്നൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോയ്സിൻ്റെ പ്രശ്നം ഭയങ്കര കൂടുതലുണ്ട്, വോയിസ് കേൾക്കുന്നില്ല എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയായപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ശരി ഒരു മൈക്ക് വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിത് ഒരു മൈക്ക് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു മൈക്കിൻ്റെ ഒരു ടെസ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇടുന്നത്. ഇതെങ്ങനെയുണ്ട്, ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് നോയ്സ് ഒക്കെ കുറയുന്നുണ്ടോ, അതുപോലെ വോയിസ് എല്ലാം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളതെല്ലാം ചെക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇങ്ങനെ ആളുകൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് ഒരുപാട് എണ്ണം ഇടണം എന്ന് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. EVയിലുള്ള ട്രാവലുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ ശരിക്കും ഒരുപാട് ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്, ട്രാവൽ ചെയ്യാറുണ്ട്. പക്ഷെ ഇത്രയും നാളുകൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഒരു മെയിൻ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ് വെറുതെ പോകില്ലല്ലോ, പെട്രോൾ അടിക്കണ്ടേ. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പക്ഷെ കുറച്ച് ചേഞ്ച് വന്നിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മൾ ഈ എടുത്തിരിക്കുന്നതിന് നമുക്ക് ട്രാവലിന് വരുന്ന ഇനിയുള്ള ട്രാവലിന് വരുന്ന എക്സ്പെൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ എങ്ങോട്ട് പോകണം എന്ന് തോന്നി കഴിഞ്ഞാൽ വണ്ടി എടുത്ത് പോകാന്നുള്ള ഒരു ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വീഡിയോസ് നമ്മൾ ഇടുന്നതായിരിക്കും. നിങ്ങൾ EVയെ പറ്റി കൂടുതൽ അറിയണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും EV എടുത്താൽ അബദ്ധമാവുമോ ഇല്ലയോ എന്നുള്ളത്. ഞങ്ങളുടെ ലാസ്റ്റ് വീഡിയോ ഞാൻ അതിൻ്റെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ EV വഴിയിൽ പെട്ട കാര്യമായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിതെല്ലാം കണ്ടിട്ട് സ്വയം തീരുമാനിക്കുക EV എടുക്കണോ വേണ്ടയോ എന്നുള്ളത്. ഇവിടെ ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത്. 20 മീറ്റർ വരെ അതിന് റേഞ്ച് കിട്ടും. അതുപോലെ ഹൈ സെൻസിറ്റിവിറ്റി അങ്ങനെയുള്ള ഇതൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് പറയുന്നത്. ഇതിൽ ഡ്യുവൽ ചാനലാണ്. അപ്പോൾ 2 ട്രാൻസ്മിറ്ററും ഒരു റിസീവറാണുള്ളത്, ഒരു റിസീവർ. അപ്പോൾ റിസീവർ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൊബൈലിൽ കുത്താവുന്ന ഇത് തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഈ ബോക്സിൽ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. ബോക്സിലുള്ളത് അതിൻ്റെ ചാർജിങ് കേബിളുകൾ, അതുപോലെ തന്നെ കണക്ടറുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് ഐഫോണിൽ കുത്താനായിട്ടുള്ള ഓപ്ഷൻ അതിൽ കിട്ടിയിട്ടുണ്ട്. ഐഫോണിൻ്റെ കണക്ടർ, അപ്പോൾ ഐഫോണിൻ്റെ കണക്ടർ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിൽ കുത്തി കഴിഞ്ഞാൽ ഐഫോണിലും കണക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ കേബിളിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. കേബിളിൽ 3 പിന്നായിട്ട് കാണുന്നുണ്ട്. എന്താണ് ഈ 3 പിന്നായിട്ട് ഇരിക്കുന്നത് നോക്കാം.
ഓക്കെ, അറ്റ് എ ടൈം തന്നെ രണ്ട് ഇതും ചാർജ് ചെയ്യാൻ, രണ്ട് റിസീവറും അറ്റ് എ ടൈം തന്നെ ചാർജ് ചെയ്യാവുന്ന ലെവലിലാണ് അതിൻ്റെ ഈ കണക്ടറും വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിലും ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇതിൻ്റെ ഈ ഒരു 3 വെച്ചിട്ട് ഇത് ചാർജ് ചെയ്യാനായിട്ടുള്ളതായിരിക്കും. ഇതിലേക്ക് കുത്തി ഒന്നിച്ച് ചാർജ് ചെയ്യാം. ഇതൊക്കെയാണ്. ഇത് മൈക്ക് കണക്ട് ചെയ്യാനാണെന്ന് തോന്നുന്നു. എക്സ്റ്റേണൽ മൈക്കോ അല്ലെങ്കിൽ ഹെഡ്ഫോൺ ആയിരിക്കാം കണക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. ഇത്രയാണ് ഐറ്റംസ് ഉള്ളത്. ഇനി നമുക്ക് ഇത് കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് വീഡിയോ എന്നുള്ളത്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ വാങ്ങിയ ആ മൈക്കും എല്ലാം നമുക്ക് ഇവിടെ വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു എൻവയോൺമെൻറ്റിലാണ് നമ്മൾ ഇതിൻ്റെ ടെസ്റ്റിംഗ് നടത്താൻ പോകുന്നത്. അത്യാവശ്യം നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെയുള്ള ഈ മെഷീനറീസ് വർക്ക് ചെയ്യുന്നതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും, ഓൾറെഡി കേൾക്കുന്നുണ്ടാവും. ഇനി നമുക്ക് മൈക്ക് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഈ മൈക്കിലൂടെ ചെക്ക് ചെയ്യുമ്പോൾ, നമ്മളിപ്പോൾ മൈക്ക് എല്ലാം എടുത്തുകൊണ്ട് പോകുന്നുണ്ട്, ഈ മൈക്കിലൂടെ ചെക്ക് ചെയ്യുമ്പോൾ നോയ്സ് ഒക്കെ ക്യാൻസൽ ആവുന്നുണ്ടോ എന്നുള്ളതെല്ലാം നമുക്ക് ഇതിൽ ചെക്ക് ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, നമ്മളപ്പോൾ അതെ മൈക്കൊക്കെ എടുത്ത് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അത്യാവശ്യം നോയ്സി ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഇവിടുത്തെ ഈ നോയ്സിൻ്റെ ഇടയിൽ നമ്മൾക്ക് മൈക്കിൽ നിന്നുള്ളത് എങ്ങനെയുണ്ട്, ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയുണ്ട്, നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ഏകദേശം ഒരു 2 മീറ്ററിൻ്റെ അടുത്ത് ദൂരമായിട്ടുണ്ട്. ഞാൻ പതുക്കെ ബാക്കിലേക്ക് പോവാം. ബാക്കിലേക്ക് പോയിട്ട് നമുക്ക് എത്ര റേഞ്ചിൽ വരെ ഇതിൻ്റെ ഓഡിയോ കിട്ടുന്നുണ്ടെന്നുള്ളതും നമുക്ക് ഇതിൽ തന്നെ ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു 4 മീറ്റർ 5 മീറ്ററിൻ്റെ അടുത്തായിട്ടുണ്ടാവും. അങ്ങനെ ഇത്ര അകലേക്ക് ആയിട്ടുണ്ട്. ഇത്രയൊക്കെ അകലം മാക്സിമം നോക്കിയാൽ മതിയല്ലോ. ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല. എന്നാലും നമുക്ക് എത്ര വരെ കിട്ടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതുവരെ ഏകദേശം നോക്കി. ഓക്കെ, ഈ നോയ്സ് എത്ര ഉണ്ട് എന്നുള്ളതെല്ലാം ഞങ്ങൾക്ക് ഇതിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നോയ്സ് ഒക്കെ ഭയങ്കരമായിട്ടുണ്ടോ എന്നുള്ളത്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ നേരത്തെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാണ്. ഇപ്പോൾ അതിൽ ലെങ്ത് കുഴപ്പമില്ലാത്ത ആ ഇതിൽ ഫുള്ള് സൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അന്ന് കുറച്ചും കൂടി ദൂരം നിന്നായിട്ട് ചെക്ക് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഇത്ര അകലെന്ന് ആക്കിയത്. നമുക്ക് നോക്കാം ഇത്ര അകലെന്ന് അത് കിട്ടണ്ടോ എന്നുള്ളത്. നിങ്ങൾ എപ്പോഴാണോ ഇതിൽ ഓഡിയോ കേട്ട് തുടങ്ങുന്നത് അപ്പോൾ തുടങ്ങി ഇത് അത്രയും റേഞ്ചിൽ നമുക്ക് ഇതിന്റെ റെക്കോർഡിങ് നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാമല്ലോ. അപ്പൊ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയൊക്കെ എന്തായാലും നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ, അത്ര അകലെന്നുള്ളത് കേൾക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നിങ്ങളിപ്പോ ഇത് നോക്കി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ മൈക്ക് എങ്ങനെയാണ് ഇതിൽ നോയ്സ് ക്യാൻസൽ ചെയ്ത് എടുക്കുന്നത് എന്നുള്ള ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഫസ്റ്റ് വീഡിയോയും അതുപോലെ അത് കഴിഞ്ഞിട്ടുള്ളതിന്റെ റേഞ്ചൊക്കെ ചെക്ക് ചെയ്ത വീഡിയോ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഇതിൽ എത്രത്തോളം നോയ്സ് ക്യാൻസലേഷൻ നടക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ഈ ഒരു വീഡിയോ നല്ലതാണ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് നമ്മൾ ഇടാൻ സപ്പോർട്ട് ഉള്ള ഇൻസ്പിറേഷൻ കിട്ടുന്നത് നിങ്ങളുടെ സപ്പോർട്ടും സബ്സ്ക്രൈബും വഴിയായിരിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൽ എനിക്ക് ആകെ ഒരു പ്രോബ്ലം ആയിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഐഫോണിന് വേണ്ടിയിട്ടുള്ള കണക്ടറാണ്. ഈ ഐഫോണിൻ്റെ കണക്ടർ നമുക്ക് എന്തായാലും ഫോണിൽ കുത്താനായിട്ട് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഇതുകൾ പോലെയല്ല, ശരിക്കും ഇതെല്ലാം വെക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു സ്പേസ് ഇതും കൂടി വെക്കാനുണ്ടായിരുന്നെങ്കിൽ ഇത് മിസ്സാവാതിരിക്കാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. ഇതിപ്പോൾ ഈ പാക്കറ്റും കൂടെ ഈ ഐഫോണിൻ്റെ ഈ കണക്ടറും കൂടി നമ്മൾ കൊണ്ട് നടക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിപ്പോൾ ഒരു വയർ കെട്ടിടാനായിട്ടുള്ള ഓപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ പോലും ഇത് മിസ്സാവാനായിട്ടുള്ള സാധ്യത ഞാൻ നോക്കിയിട്ട് കൂടുതലാണ്. അതേസമയം ഇതും കൂടി ഇതിൻ്റെ അകത്ത് വെക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ അത് മിസ്സാവാനുള്ള സാധ്യത കുറവായിരുന്നു. അതല്ലാതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റെക്കോർഡിങ്ങും എല്ലാം വളരെ നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട്.